പിന്നെ ഒരു കത്തോലിക്കത്തെയാണ് എന്നതിൽ മാത്രം അഹങ്കരിച്ച്, അല്ലാതെ ഞാൻ പള്ളിയിൽ പോകത്തില്ല. പള്ളിയിൽ പോയ മോണ്ടളം, അതിനപ്പുറത്തേക്ക് എനിക്ക് കുർബാനയില്ലായിരുന്നു. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ലത്തീൻ പള്ളിയുണ്ട്. പക്ഷേ ഞാൻ സീറോ മലബാർ സഭക്കാരിയല്ലേ, അപ്പം ഞാനങ്ങനെ ലത്തീൻ പള്ളിയിൽ പോകും. ആ ഒരു വിചാരത്തോടെ ഞാൻ കയറത്തില്ല. ഇവിടുന്ന് നമ്മുടെ ആ കെട്ടിടത്തിൻ്റെ ദൂരം മാത്രമേ ഉള്ളായിരുന്നു ലത്തീൻ പള്ളിയിലേക്ക്. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ലത്തീൻ പള്ളിയിൽ പോയില്ലെങ്കിലാണ് കുഴപ്പം. എല്ലാ ദിവസവും ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ച് കൊടുത്ത് ഞാൻ ലത്തീൻ പള്ളിയിൽ പോകും. എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ തൈലം പുരട്ടി ഞാൻ വിടുന്നത്. പിന്നെ അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അടുത്തുള്ള കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരിയേറെ ദൂരെ പോയി ട്യൂഷനൊക്കെ പോകുമ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങനെ വിടാനൊക്കെ പേടിയാണ്, ഇപ്പോഴത്തെ കാലമല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ട്യൂഷൻ ടീച്ചറിനെ എങ്ങനെയും കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഞാൻ ചോദിച്ചു, മോൻ എവിടെ പോയതാ? അപ്പം പറഞ്ഞു, ആൻറ്റി ഞാൻ ട്യൂഷന് പോയതാ.